അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 12ാമത്തെ പാഠം വൽ ഖലമി വമാ യസ്തുറൂൻ. ഉപ്പ, ഇതെന്താണ് വായിക്കുക? ചുമരിൽ തൂക്കിയിട്ട കാലിഗ്രഫിയിലേക്ക് ചൂണ്ടി സുബൈർ ചോദിച്ചു. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഉപ്പ വായിച്ചു. കാലിഗ്രാഫിയിലെ ഓരോ അക്ഷരങ്ങളും ഉപ്പ സുബൈറിന് കാണിച്ചു കൊടുത്തു. ഇത് ഏത് എഴുത്താണ്? സുബൈർ ചോദിച്ചു. ഉപ്പ, ഇത് അറബി തന്നെയാണ്. ലോകഭാഷകളിൽ ഏറ്റവും മനോഹരമായ ലിപിയുള്ള ഭാഷയാണ് അറബി. അത് കൊണ്ടാണ് എഴുത്തിലെ സുന്ദരി എന്ന് ലോകം അറബി ഭാഷയെ വിളിക്കുന്നത്. മോന് കാലിഗ്രഫി ഇഷ്ടമായോ? സുബൈർ: വളരെ ഇഷ്ടമായി. ഞാനും ഇതുപോലെ എഴുതി നോക്കും ഇൻഷാ അല്ലാ. അറബി ഭാഷയെ നാം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അറബികളെ സ്നേഹിക്കുക. കാരണം ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. സുബൈർ: ഇതിലെ അലിഫും റാവും ഒക്കെ വ്യത്യാസമുണ്ടല്ലോ. മദ്രസയിൽ പഠിച്ചത് ഇങ്ങനെയല്ല. ഉപ്പ: മോനെ, ഇത് ഖത്തുസ്സുലുസിൽ എഴുതിയ കാലിഗ്രഫിയാണ്. അറബി ഭാഷയ്ക്ക് നിരവധി ഖത്ത് ലിപികളുണ്ട്. നാം മദ്രസയിൽ പഠിക്കുന്ന പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളുമെല്ലാം ഖത്തുൻ നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. സുബൈർ: അറബി ഭാഷയ്ക്ക് എത്ര തരം ലിപികളുണ്ട്? ഉപ്പ: നിരവധി ലിപികളുണ്ട്. ഖത്തു കൂഫി, ഖത്തുൻ നസ്ഖ്, ഖത്തുസ്സുലുസ്, ഖത്തുർ റുഖഅ, ഖത്തുൽ ഫാരിസി, ഖത്തുദ്ദീവാനി എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ഓരോ ലിപിയിലും അക്ഷരങ്ങളുടെ രൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വിവിധ ലിപികളിൽ എഴുതിയ രൂപം ഉപ്പ സുബൈറിനെ കാണിച്ചു. അവിടെ നമുക്ക് കാണാം പട്ടികയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്തുൽ കൂഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്തുൽ നസ്ഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്തുസ്സുലുസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്തുർ റുഖഅ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്തുൽ ഫാരിസി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖത്തുദ്ദീവാനി. എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഖത്തുൻ നസ്ഖ്. ലോകത്ത് ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റു അറബി പ്രസിദ്ധീകരണങ്ങളും എന്നിവ ഖത്തുൻ നസ്ഖിലാണ്. ഏതു ലിപി എഴുതുകയാണെങ്കിലും എഴുത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കണം. വ്യക്തമായും വേഗതയിലും ഭംഗിയായും എഴുതാൻ നാം ശീലിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. തഅല്ലം ഖിവാമൽ ഖത്തി യാ ദത്തഅദ്ദുബി ഫമൽ ഖത്തു ഇല്ലാ സീനത്തുൽ മുതഅദ്ദിബി. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. മദ്രസ സാനി അഷറ 12ാമത്തെ പാഠം വൽ ഖലമി വമാ യസ്തുറൂൻ. നസ്ല് ചേരും വിടി ചേർക്കുക. 1 ഖത്തുൽ കൂഫി ഡി ആണ്. 2 ഖത്തുൻ നസ്ഖ് എ, ഖത്തുസ്സുലുസ് ഇ, ഖത്തുർ റുഖഅ എഫ്, ഖത്തുൽ ഫാരിസി സി, ഖത്തുദ്ദീവാനി ബി. ഇനി ഉത്തരം എഴുതുക. അറബി ഭാഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നിങ്ങൾ അറബികളെ സ്നേഹിക്കുക. കാരണം ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. ഇനി ചോദ്യം 2. അറബി ലിപികളിൽ പ്രധാനപ്പെട്ട 2 പേര് എഴുതുക. ഖത്തുൽ കൂഫി, ഖത്തുൻ നസ്ഖ്. 3 ഖത്തുൻ നസ്ഖ് മഹത്വങ്ങൾ എന്ത്? നാം മദ്രസയിൽ പഠിക്കുന്ന പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളെല്ലാം ഖത്തുൻ നസ്ഖിലാണ്. 4 അറബി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്തെല്ലാം? എഴുത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കണം. വ്യക്തമായും വേഗതയിലും ഭംഗിയായും എഴുതാൻ നാം ശീലിക്കണം. ഇനി അവിടെ നക്തുബ് അസ്മാൽ ഖത്ത്, ഈ ഖത്തുകളുടെ പേരുകൾ എഴുതുക. 1ാമത്തെ ഖത്ത് ഖത്തുസ്സുലുസ്, 2ാമത്തെ ഖത്തുൻ നസ്ഖ്, 3ാമത്തെ ഖത്തുൽ റുഖഅ, 4ാമത്തേത് ഖത്തുൽ ഫാരിസി, 5 ഖത്തുൽ കൂഫി, 6 ഖത്തുദ്ദീവാനി. ഇനി തഖ്സീസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ്. കാലിഗ്രഫി ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് ഇതൊക്കെ കാലിഗ്രഫിയിൽ നിങ്ങൾ എഴുതുക. കാലിഗ്രഫി ചെയ്ത് ശീലിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ഇൽമുകൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ വസിയത്തോടെ ഈ പാഠകിതാബ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.